അങ്ങനെ രാവിലെ തന്നെ ഒരാൾ പടം വരപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. തൊട്ട് മുമ്പ് തന്നെ പുഷ്പ 2 വരച്ചു. അപ്പോൾ അത് അടുത്ത് നമ്മുടെ മോഹൻലാലിൻ്റെ പുതിയ പടം ബറോസ്, അതിൻ്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ചിത്രരചനയെ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പം തൊട്ടടുത്ത് തന്നെ അമ്മച്ചി രാവിലെ ചക്ക, ഒരാൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചക്ക കൊടുത്തപ്പോൾ അത് പൊളിച്ചത് രാവിലെ ഉച്ചക്കത്തെ കറിക്ക് വേണ്ടിയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും വലിയ ജോലിയിലാണ്. അമ്മച്ചിക്ക് അങ്ങനെ വീഡിയോയിലൊന്നും വരുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ, വീഡിയോയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ അച്ഛമ്മൻ മോഹൻലാലിൻ്റെ പുതിയ സിനിമയുടെ മോഹൻലാലിൻ്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ചില ആൾക്കാർക്കൊക്കെ അറിയാം. കാരണം ഞങ്ങൾ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. വേണ്ട രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തോ ഞങ്ങൾ പാവം പിടിച്ച ആൾക്കാരെ ഉണ്ടായിരിക്കും ഞങ്ങൾ ഉപേക്ഷിക്കുന്നത്. എല്ലാവരും ഞങ്ങളുടെ അല്പം സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ അച്ഛൻ വരയ്ക്കുന്ന ഈ ഫോട്ടോസിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നല്ലൊരു പ്രോത്സാഹനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഒത്തിരി ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല. അതെല്ലാവരും പ്രോത്സാഹനം ഉണ്ടാകും. അച്ഛമാൻ പടം വരപ്പിൻ്റെ ധൃതിയിലും അമ്മച്ചി ചക്ക ശരിയാക്കുന്ന ചക്കയേറി ശരിയാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. എന്തായാലും അച്ഛമാനെ എന്തെല്ലാം നോക്കിയിട്ടും അത് യാതൊരു രക്ഷയില്ല. പുള്ളി ആ ചിത്രരചനയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കാണാം. എന്തായാലും എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളുടെ വീടൊക്കെ കൊച്ചു ഫാമിലിയാണ്. എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും പോലെ വലിയ ആളാകുമ്പോൾ എന്തായാലും ഉള്ള രീതിയിൽ നിങ്ങൾ കഴിയുന്ന സപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രോത്സാഹനമാവും. അപ്പോൾ എല്ലാവരെയും ലൈക്കും കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു, നമ്മൾ പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതായിരുന്നു. അല്ലാതെ ഒരു വീഡിയോ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്നാലും എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. നിങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും സപ്പോർട്ടാണ് ഓരോ ആൾക്കാരുടെയും വിജയം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവിടെ പിന്നെ ആ സൈഡിലുള്ള ബെല്ലൈക്കണുകൾ ഞെക്കി ഞങ്ങളത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കാണാം. എന്തായാലും അച്ചുക്കുട്ടൻ ആ ചിത്രരചനയിൽ മുഴുകിയിരിക്കുകയാണ്. മൊബൈലിൽ നോക്കിയാണ് വരയ്ക്കുന്നത്. ഈ കൊച്ചു കലാകാരൻ്റെ ഈ പടം, ഈ ചിത്രം എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്തോ കാണാം. കുഴപ്പമില്ലാത്ത രീതി വരയ്ക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു, നമ്മളെല്ലാം വരയ്ക്കാൻ പറഞ്ഞ ഒരു പടം വരയ്ക്കാൻ വരയ്ക്കത്തൊന്നുമില്ല. ഒരു പാട്ട് പാടാനൊക്കെ അറിയാമല്ലോ, ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടത്തില്ല. നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. ആ ലെറ്ററിൻ്റെ ഒക്കെ ഭംഗിയുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം പ്രതീക്ഷയോട് കൂടി. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒരു സ്ഥലം ആശംസിക്കുന്നു. ഇവിടെ മോഹൻലാലിൻ്റെ പടവും അപ്പുറത്ത് പുഷ്പ 2. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.